താൻ ചാണകം മെഴുകിയ തറയിൽ ജീവിച്ചവനെന്ന് ടി എൻ പ്രതാപൻ എം പി. ധൈര്യമുണ്ടെങ്കിൽ തന്റെ മേൽ ചാണകവെള്ളം ഒഴിക്കാൻ ബിജെപിയെ വെല്ലുവിളിച്ച് ടി എൻ പ്രതാപൻ എം പി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. ട്യൂഷന് പോകുന്നതിനിടയിലാണ് ആക്രമണം. മേൽക്കൂര തകർന്നു വീണ തിരുവല്ലോമല JLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരോട് മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തൃശൂർ ചെമ്പുക്കാവ് കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കർഷകമിത്ര പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ധൈര്യമുണ്ടെങ്കിൽ തന്റെ മേൽ ചാണകവെള്ളമൊഴിക്കാൻ BJPയെ വെല്ലുവിളിച്ച് ടി എൻ പ്രതാപൻ MP. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാണകം മെഴുകിയ തറയിൽ ജീവിച്ചവനാണ് താൻ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് RSSന്റെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. മോദിയോടും അമിത്ഷായോടും വിരൽ ചൂണ്ടി ചോദ്യം ചോദിച്ചതാണ് തനിക്കെതിരെയുള്ള പ്രകോപനത്തിന് കാരണം. തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നടത്തിയത് വീമ്പ് പറച്ചിലിന്റെ മാലപ്പടക്കമാണ്. തൃശൂരിൽ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. മാളിയേക്കൽ വീട്ടിൽ ഷംസുദ്ദീന്റെ മകൻ മിദ്ലാജിനാണ് പരിക്കേറ്റത്. ട്യൂഷന് പോകുന്നതിനിടയിലായിരുന്നു മിദ്ലാജിനെ കാട്ടുപന്നി ആക്രമിച്ചത്. എതിർവശത്ത് നിന്ന് ഓടിവന്ന കാട്ടുപന്നി മിദ്ലാജിനെ കുത്തിമറിച്ചിടുകയായിരുന്നു. ഇരുകാലുകൾക്കും പരിക്കേറ്റ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനവാസ മേഖലയായിട്ട് പോലും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. തിരുവല്ലോമല JLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലോമല കാട്ടുകുളം JLP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ മേൽക്കൂരയുടെ സീലിംഗുകൾ അടർന്ന് താഴെ വീണത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരോട് സ്കൂൾ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുന്നതിനും സ്കൂളിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുന്നതിനും നിർദ്ദേശം നൽകി. തൃശൂർ ചെമ്പുക്കാവ് കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കോടാലി 3 മുറി സ്വദേശികളായ മൂത്തമ്പാടൻ വീട്ടിൽ ഇന്ദിര, മക്കളായ നീതു, നിധിൻ, സഹോദരി സുനിത, അക്ഷര, അനയ്, കൊടുവായൂർ സ്വദേശി അനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഗുരുവായൂർ പുത്തൻ വീട്ടിൽ രാഹുലിനാണ് പരിക്ക്. പരിക്കേറ്റ രാഹുലിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ കർഷകമിത്ര പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം. മേത്തല കൃഷിഭവൻ വളപ്പിൽ കർഷകമിത്ര പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷണം നടന്നത്. രാവിലെ വിൽപ്പന കേന്ദ്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഏകദേശം 3000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ജീവനക്കാർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാവിലെ ഞാൻ തുറന്നെടുക്കായിരുന്നു. അപ്പം ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ അങ്ങനത്തെ ഒരു ഇതും തോന്നിയില്ല. കാരണം ഇവിടെ കടയുടെ ഓണറുടെ ഹസ്ബൻഡ് കാലത്ത് തന്നെ കൊണ്ടുവയ്ക്കാറുണ്ട് പച്ചക്കറികൾ. അപ്പോൾ തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അകത്തേക്ക് കയറി ഇവിടെ വന്നു. ഞാൻ എൻ്റെ പേഴ്സ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. ഞാൻ ഇവിടെ വയ്ക്കാൻ നേരത്തെ ഇതിൽ തുറന്നെടുക്കും. അപ്പോൾ ഒരു ട്രേ ഉണ്ടായിരുന്നു പേഴ്സ് എന്തെങ്കിലും ഇടാനായിട്ട്. ആ ട്രേ ഇവിടെ താഴ്ത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മുകളിലേക്ക് ഞാൻ എടുത്തത് മുകളിൽ വെച്ച്. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ 29 പുലർച്ചെയാണ് ചേരമാൻ പള്ളിയിൽ മോഷണം നടന്നത്. പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന 3 പീടിക ബൈപ്പാസിലേക്ക് മെറ്റൽ ലോഡുമായി വന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആളപായമില്ല. തമിഴ്നാട്ടിൽ നിന്നും വന്ന ടോറസാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. റേഷൻ കട മുഖേന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാസം തോറും നൽകി വന്നിരുന്ന പഞ്ചസാര വിതരണം നിർത്തലാക്കി.
പഞ്ചസാരയുടെ വിലവർദ്ധനവിനെ തുടർന്നാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിതരണം നിർത്തിവെക്കാൻ തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച് നിലവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അധികൃതർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കത്തിലൂടെ നിർദ്ദേശം നൽകി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടിപ്പെരുന്നാളിന് തുടക്കമായി. വൈകിട്ട് നടക്കുന്ന കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്ക് കത്തീഡ്രൽ വികാരി ഫാദർ പയസ് ചെറപ്പണത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വലിയങ്ങാടി, കുരിശങ്ങാടി, കോമ്പാറ, കാട്ടുങ്ങച്ചിറ എന്നീ വിഭാഗങ്ങളുടെ അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി 12-ന് പള്ളിയിലെത്തും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് പ്രദക്ഷിണം നടക്കും. ഉത്സവാഘോഷങ്ങൾക്കും പള്ളിപ്പെരുന്നാളുകൾക്കും വഴിയോരങ്ങളിൽ ഇടുന്ന വൈദ്യുത അലങ്കാരങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. പുത്തൂർ, പടവരാട്, മരത്താക്കര, ഒല്ലൂർ മേഖലകളിൽ വിവിധ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട ട്യൂബ് ലൈനുകളുടെയും മാല ബൾബുകളുടെയും വയറുകളാണ് മോഷണം പോയത്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള അംഗങ്ങളായ ടോമി പുത്തൂർ, ഷാജി മുണ്ടൂർ, ആൽബർട്ട് വരാക്കര, അജി മരത്താക്കര, വിജിൽ തലോർ എന്നിവരുടെ 27 കോയിൽ വയറാണ് മോഷണം പോയത്. ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് സ്ഥലമുടമകൾ സൗജന്യമായി നഗരസഭയ്ക്ക് ഭൂമി വിട്ടു നൽകി. ട്രാംവേ റോഡും റെയിൽവേ സ്റ്റേഷൻ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ റോഡ് നിർമ്മാണത്തിനായാണ് ഉപാധിരഹിതമായി സ്ഥലം നൽകിയത്. ഇൻഡോർ സ്റ്റേഡിയത്തിന് കിഴക്കുഭാഗത്തുള്ള നിലവിലുള്ള റോഡ് വീതി കൂട്ടിയാണ് ട്രാംവേ റോഡിലേക്കുള്ള കണക്ഷൻ റോഡ് നിർമ്മിക്കുന്നത്. ആനമല ജംഗ്ഷൻ മുതൽ ട്രങ്ക് റോഡ് വരെയുള്ള രൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ റോഡ് ഏറ്റവും ഉപയോഗപ്രദമാകും. 400 മീറ്റർ നീളം വരുന്ന പുതിയ റോഡിന് 12 മീറ്റർ വീതി ഉണ്ടാകും. 70 സെന്റ് സ്ഥലമാണ് ആവശ്യം. സ്ഥലമുടമകളായ വർഗീസ് ഊക്കൻ, വക്കച്ചൻ എന്നിവർ നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥന് ഭൂമിയുടെ രേഖകൾ കൈമാറി. സനീഷ് കുമാർ ജോസഫ് MLA, ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷരായ ജോർജ് തോമസ്, ജിജി ജോൺസൺ, സൂസമ്മ ആന്റണി, സൂസി സുനിൽ, മുൻ ചെയർമാൻ VO പൈലപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച വോളിബോൾ കോർട്ടും കബഡി കോർട്ടും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെ സമ്മേളനത്തിൽ ആദരിച്ചു. ഒരാശയമുണ്ടാക്കി തങ്ങൾക്ക് വരുമാനം ഉണ്ടായിട്ടാണെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ രാജ്യത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനത്തിൽ പങ്കാളികളായവരാണ് എന്നുള്ള അഭിമാനം ഈ നാടിനുണ്ടാകണം. തീർച്ചയായും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായ എല്ലാ തൊഴിലുറപ്പ് സഹോദരിമാരെയും, സഹോദരൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു സഹോദരൻ ഉണ്ടാവും, 5 ആളുണ്ട്. അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന സഹോദരിമാരെയും 5 സഹോദരന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കങ്ങൽ കോളനിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാൻഡോ കൈതാരത്ത്, ജില്ലാ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ P ലത എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിന്നും തിരിയുന്ന വൺവേയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡ് തകർന്നു. ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന നഗരത്തിലെ പ്രധാന വൺവേ റോഡാണിത്. വെള്ളം ഒഴുകിപ്പോയി തകർന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും വാഹനയാത്ര സാഹസികമായിരിക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രികർക്ക് കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നതും പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം ശക്തിയായി വരുന്ന സമയങ്ങളിൽ കടകളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് പതിവാണെന്നും വ്യാപാരികൾ പറഞ്ഞു. റോഡിന്റെ തകർച്ച മൂലം പലപ്പോഴും ഗതാഗത കുരുക്കുമുണ്ടാകാറുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവാസി ഭാരതീയ ദിവസ് ആചരണം തിങ്കളാഴ്ച ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10:30 നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 1000-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും.
സ്വാഗത സംഘം ചെയർമാൻ LV അജയകുമാർ, ജനറൽ കൺവീനർ ഷാഹുൽ പണിക്കുവീട്ടിൽ, ചീഫ് കോർഡിനേറ്റർ ബിജു അമ്പഴക്കാടൻ, S സലീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ 2ാം സംസ്ഥാന യുവ സമ്മേളനം നാളെ തൃശൂരിൽ നടക്കും. കൌസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. 1200ഓളം യുവ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. AIBEA സംസ്ഥാന പ്രസിഡന്റ് KS കൃഷ്ണ, ജനറൽ സെക്രട്ടറി B രാംപ്രകാശ്, സെക്രട്ടറി CK ജയപ്രകാശ്, PL ലോറൻസ്, മിഥുൻ ദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. വെള്ളത്തേരി ഷാഹിമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഷാഹിമിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നോൺ വൊക്കേഷണൽ ലെക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. പേൾ റീജൻസിയിൽ നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. സൈമൺ ജോസ്, നവീൻ കുമാർ, ജോൺസൺ, സുജീഷ് തോമസ്, M ഗീത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണിവേല പറപ്പുറപ്പാട് ഭക്തിസാന്ദ്രം. മേൽശാന്തി അനീഷ് കൈലാസം വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ആൽമര ചുവട്ടിൽ ഹരിജൻ സമുദായക്കാർ ഒരുക്കിയ പറകൾ കോമരം മാരാത്ത് വാസുദേവൻ സ്വീകരിച്ചു. തങ്ങാലൂർ പാറപ്പുറത്ത് വേലായുധൻ കാരണവരാണ് ആദ്യ പറ ചൊരിഞ്ഞത്. ചടങ്ങിന് പൂലാക്കോട് മണികണ്ഠനും സംഘവും നയിച്ച മേളം അകമ്പടിയായി. തെക്കുംമുറി, വടക്കുമുറി, പുതുരുത്തി, കിരാലൂർ ദേശക്കാർ ചടങ്ങിൽ സന്നിഹിതരായി. സമിതി പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, സെക്രട്ടറി രാജു മാരാത്ത് എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 19-നാണ് ഭരണിവേല. ചെറുതുരുത്തി പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റായി മണി ചെറുതുരുത്തി, സെക്രട്ടറിയായി K ജയകുമാർ, ട്രഷററായി മനോജ് കുമാർ, വൈസ് പ്രസിഡന്റായി സുജിൽ കുമാർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. മാള പഞ്ചായത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പഞ്ചായത്തുതല സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ അധ്യക്ഷയായി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബേബി പൌലോസ്, KP പ്രദീപ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജു ബാടപ്പള്ളി, സെക്രട്ടറി KJ രാജു എന്നിവർ പങ്കെടുത്തു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75ാം വാർഷികം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കളക്ടർ VR കൃഷ്ണതേജ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സുവോളജി അധ്യാപകൻ AA ലോറൻസിന്റെ ഫോട്ടോ അനാച്ഛാദനം അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ എൻഡോമെന്റും പഞ്ചായത്ത് അംഗം മിനി ആന്റോ സമ്മാനദാനവും വിതരണം ചെയ്തു. നമ്മുടെ ജില്ലാ ഭരണകൂടം തുടങ്ങിയ ഒരു പദ്ധതിയാണ് ടുഗദർ ഫോർ തൃശൂർ. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലുള്ള 4243 കുടുംബങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കണമെന്നാണ് അതിന്റെ ഒരു മുഖ്യ ഉദ്ദേശം. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറ്റം നടന്നു. ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ മെൽവിൻ ജോയ്, ജോയിന്റ് കൺവീനർ റിൻഡോ ജോർജ്, CP തോമസ്, ഷാജി ബാബു എന്നിവർ നേതൃത്വം നൽകി. തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CT ദേവസിയുടെ 10ാം ചരമവാർഷിക ദിനം തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AR കൃഷ്ണൻകുട്ടി, TV പൌലോസ്, KR സന്ദീപ്, കുട്ടൻ മച്ചാട് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ഹിറ സ്കൂൾ വാർഷികാഘോഷം സംഗീത സംവിധായകൻ ദീപാങ്കുരൻ കൈതപ്രം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ഹിറ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് സെക്രട്ടറി PM അഹമ്മദ്, സ്കൂൾ മാനേജർ KA ജമാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമ്മളെപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നതും ഒക്കെ പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ധനഹ തിരുനാളിന് തുടക്കം. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ഫാദർ നിധിൻ കല്ലിടുക്കിൽ നിർവഹിച്ചു. വൈകിട്ട് കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, പിണ്ടി തിരി തെളിയിക്കൽ, അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ആന്റണി ആലുക്ക മുഖ്യ കാർമ്മികത്വം വഹിക്കും.
പൊങ്ങണംകാട് സെന്റ് മേരീസ് പള്ളി തിരുനാളിന് കൊടിയേറി. മുൻ വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കൊടിയേറ്റം നിർവഹിച്ചു. നവനാൾ ദിവ്യബലിക്ക് ഫാദർ തോമസ് ചൂണ്ടൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 12, 13, 14, 15 തീയതികളിലായാണ് തിരുനാൾ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഏകദിന ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. സഹൃദയ കോളേജ് സെൻട്രൽ ലൈബ്രറി ബിബ്ലിയോടെക്കയുടെയും IQACയുടെയും സഹകരണത്തോടെ റിസർച്ച് ഇൻഫർമാറ്റിക്സ് എന്ന വിഷയത്തിൽ നടത്തിയ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫാദർ ഡോക്ടർ ജോൺ നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഡേവിസ് ചെങ്ങിനയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ ഒരിക്കൽ കൂടി. താൻ ചാണകം മെഴുകിയ തറയിൽ ജീവിച്ചവനെന്ന TN പ്രതാപൻ MP. ധൈര്യമുണ്ടെങ്കിൽ തന്റെ മേൽ ചാണക വെള്ളമൊഴിക്കാൻ BJPയെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. ട്യൂഷന് പോകുന്നതിനിടയിലാണ് അപകടം. മേൽക്കൂര തകർന്നു വീണ തിരുവല്ലോമല GLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരോട് മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തൃശൂർ ചെമ്പുക്കാവ് കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബത്തിനാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കർഷകമിത്ര പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിൽ മോഷണം. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടാവെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം.